നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ കുന്നംകുളത്ത് UDF സ്ഥാനാർത്ഥിയാകും. ഔദ്യോഗിക പ്രഖ്യാപനം ബുധനാഴ്ച വൈകിട്ടോടെ ഉണ്ടാകുമെന്നറിയുന്നു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാനും MLAയുമായിരുന്ന PT മോഹനകൃഷ്ണന്റെയും മഹിളാ കോൺഗ്രസ് നേതാവ് നളിനി മോഹനകൃഷ്ണന്റെയും മകനാണ്. മാറഞ്ചേരി എരമംഗലത്താണ് താമസം. കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നിരവധി പേരുകൾ ഇതിനകം ഉയർന്നിരുന്നു. സംസ്ഥാനത്തും ദില്ലിയിലും നടന്ന ദീർഘ ചർച്ചകൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി PT അജയ് മോഹന്റെ പേര് കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ച് തീർപ്പാക്കിയത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അജയ് മോഹൻ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. KSUയിലൂടെ പൊതുജീവിതം ആരംഭിച്ച അദ്ദേഹം നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയാണ്. KSU യൂണിറ്റ് ട്രഷറർ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ്, യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ, തലപ്പള്ളി താലൂക്ക് വൈസ് പ്രസിഡന്റ്, KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പൊന്നാനി നിയമസഭാ മണ്ഡലത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും പിന്നീട് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായിരുന്നു. ശേഷം മലപ്പുറം DCC സെക്രട്ടറിയായി നിയമിതനായി. KPCC അംഗമായും തുടർന്ന് KPCC സെക്രട്ടറിയായും 20 വർഷത്തിലേറെ ഉത്തരവാദിത്തം വഹിച്ചു. മലപ്പുറം ജില്ലയിലെ UDF ചെയർമാനായി പ്രവർത്തിച്ചു വരികയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരപ്പനങ്ങാടി ഡിവിഷനെയും പള്ളിക്കൽ ഡിവിഷനെയും പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായി 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011ലും 2016ലും അജയ് മോഹൻ മത്സരിച്ചിരുന്നു. ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ അണ്ടത്തോട് പ്രിയദർശിനി റോഡിൽ ഓടിട്ട വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ അപകടമൊഴിവായി. പൊന്നിയൂർകുളം 19-ാം വാർഡിൽ മാക്കാലിക്കൽ കുഞ്ഞിമോന്റെ മക്കൾ താമസിക്കുന്ന ഓടിട്ട വീടാണ് തകർന്നു വീണത്. വീട് തകർന്നതോടെ കുടുംബവും ബുദ്ധിമുട്ടിലായി. കൂലിപ്പണിക്ക് പോയാണ് നിത്യജീവിതം കഴിയുന്നത്. ഇതിനിടെ വീട് തകർന്നതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കുടുംബം. വിവരമറിഞ്ഞ് വാർഡ് മെമ്പർ MV ഷിനോദ് സ്ഥലത്തെത്തി. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കല്ലുംപുറം ചാലിശ്ശേരി റോഡിലേക്ക് മരം കടപുഴകി വീണു. വാഹനങ്ങൾ കടന്നുപോകാത്തതിനാൽ അപകടമൊഴിവായി. മരം പൂർണ്ണമായും റോഡിലേക്ക് വീണതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാർ ചേർന്ന് താൽക്കാലികമായി മരം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. എന്നാൽ മരത്തിന്റെ ശിഖരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതിനാൽ ഇരുചക്രവാഹന യാത്രികൾക്കുൾപ്പെടെ അപകട ഭീഷണിയാണ്. അപകട സൂചനയായി നാട്ടുകാർ ചാക്ക് വെച്ചാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായ മഴയും കാറ്റും തുടരുമെന്ന കാലാവസ്ഥാ പ്രവചനം നിലനിൽക്കെ റോഡരികിലെ സ്വകാര്യ പറമ്പുകളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശക്തമായ കാറ്റിൽ ഓടിട്ട വീടിന് മുകളിലേക്ക് മരം മുറിഞ്ഞു വീണ് വീട് പൂർണ്ണമായും തകർന്നു. ഗൃഹനാഥനുൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. വന്നേരി മാവിൻചുവട് കോതോടുകളം റോഡിൽ താമരശ്ശേരി അറുമുഖന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ മാവിന്റെ കൊമ്പ് പൊട്ടി വീണത്. ഇന്ന് പുലർച്ചെ 1-നാണ് സംഭവം. അറുമുഖനും ഭാര്യ വനജയ്ക്കുമാണ് പരിക്കേറ്റത്. ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയതുകൊണ്ടാണ് ഇവർ വൻദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ചുമരുകളും നിലംപതിച്ചു. TV, ഫ്രിഡ്ജ് അടക്കം വീട്ടുപകരണങ്ങൾ തകർന്നിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത, വില്ലേജ് ഓഫീസർ രജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ, വാർഡ് മെമ്പർ ഹസീന അബു താഹിർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഗുരുവായൂർ റോഡിൽ CSI പള്ളിക്ക് സമീപം സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് അധ്യക്ഷനായി. നടനും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമൻ, നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ, കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, NCP ജില്ലാ സെക്രട്ടറി EA ദിനമണി, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK വാസു, M ബാലാജി, ഇടതുമുന്നണി നിയോജക മണ്ഡലം സെക്രട്ടറി MN സത്യൻ, സ്ഥാനാർത്ഥി AC മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. വേലൂർ ഫൊറോന പള്ളിയിൽ മെയ് 7, 8 തീയതികളിൽ നടക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് തിരുനാൾ കമ്മിറ്റി ഓഫീസ് തുറന്നു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ജോൺ പേരാമംഗലം, ജനറൽ കൺവീനർ CD സൈമൺ, പബ്ലിസിറ്റി കൺവീനർ സാബു കുറ്റിക്കാട്, ട്രസ്റ്റി ഡേവിസ് CO, ജോജു PA, ജോസഫ്, കേന്ദ്ര സമിതി കൺവീനർ യേശുദാസ് PP എന്നിവർ സന്നിഹിതരായിരുന്നു.
കുന്നംകുളം ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ രാമനവമി പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 25 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകളോടും കലാപരിപാടികളോടും കൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിയും മുൻ ഗുരുവായൂർ മേൽശാന്തിയുമായ മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. രാമനവമി ദിവസമായ മാർച്ച് 26 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ആലപ്പുഴ ചിന്മയ മിഷൻ അവതരിപ്പിക്കുന്ന ഭക്തിപ്രഭാഷണത്തോടെ കലാപരിപാടികൾ ആരംഭിക്കും. തുടർന്ന് 7 മണിയോടെ ക്ലാസിക്കൽ ഡാൻസും തിരുവാതിരക്കളിയും ഉൾപ്പെടുന്ന നൃത്തസന്ധ്യയുമുണ്ടാകും. മാർച്ച് 27 വെള്ളിയാഴ്ച പ്രതിഷ്ഠാ ദിവസം ക്ഷേത്രത്തിൽ രാവിലെ 7 മണി മുതൽ നവകം, പഞ്ചഗവ്യം, കളഭം അഭിഷേകങ്ങൾ, വിശേഷാൽ ഹോമങ്ങൾ, ശ്രീഭൂതബലി, ചതുശത പായസ നിവേദ്യം, നടക്കൽപ്പറ എന്നിവയുണ്ടാകും. അന്നേ ദിവസം രാവിലെ 8:30 മുതൽ ശ്രീരാമസംഗീത മണ്ഡപത്തിൽ കമനി എസ് വർമ്മ തൃപ്പൂണിത്തുറയും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനവും ഉണ്ടാകും. 2026 മാർച്ച് 26 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ആലപ്പുഴ ചിന്മയ മിഷൻ അവതരിപ്പിക്കുന്ന ഭക്തി പ്രഭാഷണത്തോടുകൂടി കലാപരിപാടികൾ ആരംഭിക്കും. തുടർന്ന് 7 മണിയോടെ ക്ലാസിക്കൽ ഡാൻസും തിരുവാതിരക്കളിയും ഉൾപ്പെടുന്ന നൃത്തസന്ധ്യയും ഉണ്ടായിരിക്കുന്നതാണ്. 2026 മാർച്ച് 27 വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിന ദിവസം ക്ഷേത്രത്തിൽ രാവിലെ 7 മണി മുതൽ നവകം, പഞ്ചഗവ്യം, കളഭം അഭിഷേകങ്ങൾ, വിശേഷാൽ ഹോമങ്ങൾ, ശ്രീഭൂതബലി, ചതുശത പായസ നിവേദ്യം, നടക്കൽപ്പറ എന്നിവയുണ്ടായിരിക്കും. അന്നേ ദിവസം രാവിലെ 8:30 മുതൽ ശ്രീരാമ സംഗീത മണ്ഡപം ശ്രീമതി കമനി. തുടർന്ന് 10:30 മുതൽ കലാമണ്ഡലം ചന്ദ്രൻ പെരിങ്ങോടും സംഘവും അവതരിപ്പിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം, 11 മണിക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് നെയ്യുമാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ചുറ്റുവിളക്ക്, നിറമാല എന്നീ ചടങ്ങുകളും നാരായണമംഗലത്തുമന ഡോക്ടർ ഇരവി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുണർത്തംവാരവും നടത്തും. മാർച്ച് 28 ശനിയാഴ്ച വൈകിട്ട് 6:30 മുതൽ ശ്രീരാമ സംഗീത മണ്ഡപത്തിൽ കൈകൊട്ടിക്കളി, വീരനാട്യം തുടങ്ങി വിവിധ നൃത്തരൂപങ്ങളുടെ സമന്വയമായ കലാസന്ധ്യ അരങ്ങേറും. മാർച്ച് 29 ഞായറാഴ്ച രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ നടക്കുന്ന സംഗീതോത്സവത്തിൽ നിരവധി സംഗീതജ്ഞർ പങ്കെടുക്കും. തുടർന്ന് 6:30 മുതൽ ക്ലാസിക്കൽ ഡാൻസ്, തിരുവാതിരക്കളി, വീരനാട്യം എന്നിവ ഉൾപ്പെടുന്ന നൃത്തനൃത്യങ്ങളോടുകൂടി ഈ വർഷത്തെ രാമനവമി പ്രതിഷ്ഠാദിന ആഘോഷ പരിപാടികൾക്ക് സമാപനമാകുമെന്ന് ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് EK പ്രഭാകരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് EM കരുണപ്രസാദ്, കമ്മിറ്റി അംഗങ്ങളായ ജയൻ കോലഴി, ആനന്ദൻ കരുമത്ത് എന്നിവർ അറിയിച്ചു. മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് കുന്നംകുളം പ്രസ് ക്ലബ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സംഗമത്തിൽ KT ഷാജൻ മാസ്റ്റർ അധ്യക്ഷനായി. സുന്നി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് നിസാർ അലി വാഫി ഇഫ്താർ സന്ദേശം നൽകി. നോമ്പുകാലം പകർന്നു നൽകുന്ന ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധി ജീവിതത്തിൽ പകർത്തുവാൻ ഏവർക്കും സാധിക്കണമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ വ്യക്തമാക്കി. പ്രസ് ക്ലബ് സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ, നിർവാഹക സമിതി അംഗം സുധീഷ് മേക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി അഖിൽ രാമപുരം, നിർവാഹക സമിതി അംഗം ജോസ് മാളിയക്കൽ, പ്രസ് ക്ലബ് അംഗങ്ങളായ P സജിത്ത്, സുമേഷ് P വിൽസൺ, മുകേഷ് കൊങ്ങണൂർ, രവീന്ദ്രനാഥ് കൂനത്ത്, ND ബിനീഷ്, ബിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. 2024 സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് സുന്ദരൻ മുണ്ട്രക്കോടിന്. അനുഷ്ഠാന ആചാരകലയായ മലവഴിയാട്ടമാണ് സുന്ദരനെ അവാർഡിന് അർഹനാക്കിയത്. വർഷങ്ങളായി കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സുന്ദരൻ ചാലിശ്ശേരി KSEBയിലെ ജീവനക്കാരനാണ്. പൂരത്തെയും മലവഴിയാട്ടത്തെയും ആസ്പദമാക്കി ചോപ്പനിറക്കം എന്ന പേരിൽ പുസ്തകവും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അടുത്ത പുസ്തകമായ പേമോഗം പ്രകാശനത്തിനൊരുങ്ങുകയാണ്. മുൻപ് സഹോദരൻ മോഹനനും ഫോക്ലോർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. തറവാട്ടിലേക്ക് 2 തവണ അംഗീകാരമെത്തിയതിലുള്ള സന്തോഷത്തിലാണ് ആനക്കര സുന്ദരൻ മുണ്ട്രക്കോടിൻ്റെ കുടുംബം. വേലൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. വേലൂർ കാര്യങ്ങൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഏകതാ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സജീവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. RSS പ്രാന്തീയ സഹവ്യവസ്ഥാ പ്രമുഖ് ET വിജയമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം രക്ഷാധികാരി ഡോക്ടർ OS കൃഷ്ണൻ നമ്പൂതിരി ആശംസകൾ അറിയിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ച സമാദരണ സഭ നടന്നു. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. സമ്മേളനത്തിന് PK ശിവദാസ് സ്വാഗതവും നിതീഷ് നന്ദിയും പറഞ്ഞു. കേരള ലളിതകലാ അക്കാദമി കലാവിദ്യാർത്ഥികൾക്ക് നൽകുന്ന 2025-26 സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചു. പ്രശസ്ത ശില്പി KP കൃഷ്ണകുമാറിൻ്റെ നാമധേയത്തിലുള്ള
15,000 രൂപയുടെ സ്കോളർഷിപ്പ് നവ്യ നന്ദകുമാറിന് ലഭിച്ചു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് ശില്പകലാ വിദ്യാർത്ഥിനിയാണ് നവ്യ. പ്രശസ്ത ദാരുശില്പി എളവള്ളി നന്ദൻ്റെയും ശ്വേതാനന്ദൻ്റെയും മകളായ നവ്യ നന്ദകുമാർ അന്തരിച്ച പ്രശസ്ത ദാരുശില്പി എളവള്ളി നാരായണൻ ആചാര്യയുടെ കൊച്ചുമകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,460 രൂപ, സ്വർണം പവന് 1,15,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 270 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.